എടി നിന്റെ ആ തള്ള ഭയങ്കര കോമഡിയാണല്ലോ. അതിന്റെ തള്ളയൊന്നും അല്ല. ഷീസ് മൈ സ്റ്റെപ്പ് മോം. എന്നിട്ടാണ് അവരെന്നെ വളയ്ക്കാൻ നോക്കിയേ. പിന്നെ വളയ്ക്കാൻ നീയാരാ? പൃഥ്വിരാജോ? നോക്കി കിടക്ക്. ഒരുപാട് തള്ളല്ലേ രമണ. നീ എനിക്കറിയാത്ത മുതലൊന്നും അല്ലല്ലോ. ഞാൻ ആലോചിക്കുന്നത് എന്തിനാ അവരെന്നെ ട്യൂൺ ചെയ്യാൻ നോക്കിയെന്നാ. മനസ്സിലായില്ലേ? അത് വളച്ചാ നിന്നെ എന്റെ സ്റ്റെപ്പ് ഡാഡി ആക്കാലോ. വളയാഞ്ഞത് ഭാഗ്യം. എന്ത്? അല്ല ഞാൻ ആർക്കും വളയുന്ന ടൈപ്പല്ലെന്ന് നിനക്കറിയാലോ. ഓ, എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഗുണവധികാരം. എന്ത്? എന്നെ കൊണ്ട് വിളമ്പിക്കണോ? നീ വിളമ്പ്. അതിലും ഭേദം എനിക്ക് ഫയറോ മുത്തുച്ചിപ്പിയോ വല്ലതും എടുത്ത് നടു റോട്ടിലിറങ്ങി വായിച്ചങ്ങ് നടന്നു പോയാ മതി. പുച്ഛിക്കരുത് റീനെ. ഒരു മനുഷ്യനെയും പുച്ഛിക്കരുത്. പുച്ഛിക്കില്ല, ആരെയും പുച്ഛിക്കില്ല, പ്രത്യേകിച്ച് നിന്നെ. എടി എനിക്ക് അറിയില്ലായിരുന്നു ആ തള്ള ഇത്രയ്ക്ക് പെശകാന്ന്. എടാ, നീ അവരെ തള്ളാന്നൊന്നും വിളിക്കണ്ട. അവർക്ക് വലിയ പ്രായമൊന്നുമില്ല. എന്റെ ഡാഡി മരിക്കുമ്പോ അവർക്ക് 33 വയസ്സാ പ്രായം. ഇപ്പഴാ കണ്ടിട്ട് എത്ര തോന്നി? ഫ്രണ്ട് കണ്ടിട്ടാ ബാക്ക് കണ്ടിട്ടാ ഉം. എനിക്കൊന്നും തോന്നിയില്ല. പോരെ. ഓ പിന്നെ, ഒന്നും തോന്നാത്തൊരു വിത്ത്. ഉം. നിന്റെ ഗുണവധികാരം കൊണ്ടല്ലടാ നിന്റെ അച്ഛൻ തുണിക്കടയിലെ പെണ്ണുങ്ങളുടെ പ്രതിമ പോലും വെക്കാത്തത്. ഈ ആരോപണം ഞാൻ ശക്തമായി നിഷേധിക്കുന്നു. ഉം. നീ നിന്റെ സ്റ്റെപ്പ് മമ്മിയെ കുറിച്ച് പറ കേക്കട്ടെ. എന്തിന്? അല്ല, നാളെ നമ്മുടെ കല്യാണം കഴിഞ്ഞൊന്ന് കരുതിയിരിക്കാനാ. എടാ കാലമാടാ, നീ ആ പുള്ളിക്കാരോട് വല്ല കുരുത്തക്കേടും പറഞ്ഞോ? ഏയ് ഞാൻ പറയൂ, നിന്റെ സ്റ്റെപ്പ് മമ്മി എന്റെ സ്റ്റെപ്പ് മമ്മി അല്ലേ? അപ്പൊ നീ പുള്ളിക്കാരിയെ വെറുപ്പിച്ചിട്ടില്ലാന്ന് സാരം. അതെ, 100%. പപ്പ മരിച്ചപ്പോ അവരോടുള്ള പ്രേമം മൂത്ത് സ്വത്ത് മുഴുവൻ അവരുടെ പേരിലാ എഴുതി വെച്ചേക്കുന്നത്. അവരെ വെറുപ്പിച്ച കാശ് കിട്ടത്തില്ല. ഓ, അപ്പൊ തള്ള സീനാണ്. അതെ, അതുകൊണ്ട് നീ നടന്ന സംഭവം വള്ളി പുള്ളി തെറ്റാതെ ഇങ്ങ് പറഞ്ഞു. ഉം. പറയടാ. പറയാം. ഞാൻ ജംഗ്ഷനിൽ നിന്നും നടന്നു വരുന്നു. നട്ടുച്ച സമയം. ഓക്കെ. പെട്ടെന്ന് നല്ല ചാറ്റൽ മഴ. അപ്പൊ അകലേന്ന് വെള്ള ചുരിദാറിട്ട് നിന്റെ സ്റ്റെപ്പ് മമ്മി നടന്നു വരുന്നു. അവര് നടന്ന് എന്റെ അടുത്തേക്ക് എത്തുന്നു. ലാഗ് അടിപ്പിക്കാതെ പറ. അവരെന്റെ അടുത്തെത്തിയതും എനിക്ക് എന്തോ ഒരു ഫീൽ അടിച്ചു. എന്ത് ഫീല്? നമുക്ക് വേണ്ടപ്പെട്ട ആരോ ആണെന്നൊരു ഫീല് വരൂല്ലേ? എങ്ങനെ? നീ സ്ഥിരം അടിക്കാറുള്ള ആ തൊലിഞ്ഞ പെർഫ്യൂം ആ തള്ളി അടിച്ചിട്ടുണ്ടായിരുന്നു. തള്ള പെർഫ്യൂം ചൂണ്ടുന്നുണ്ട്. ഏ? ആ, ഒന്നുമില്ല, ബാക്കി പറ. എന്നെ കടന്ന് അവര് മുന്നോട്ട് പോയി. ഒരു 2 അടി പോയി കഴിഞ്ഞ് റോഡിന്റെ ഗട്ടറിൽ കാലിടിച്ച് അവര് നേരെ ഓടയിലേക്ക് വീണ്. ഓക്കേ. പയ്യെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, എന്ത്? LDF വരും, എല്ലാം ശരിയാവും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 94 പ്ലേ ഹൗസ് ആണ്. സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.